ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വചനചിന്ത ലാസറിൻ്റെയും ധനികൻ്റെയും ഉപമയെ ചുറ്റിപ്പറ്റിയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ വാക്യങ്ങൾ. ഒരു വശത്ത് ചുവന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും സുഭിക്ഷമായ ഭക്ഷണവും എല്ലാ ദിവസവും കഴിച്ച് കഴിയുന്ന ധനികൻ, മറുവശത്ത് അനുദിന ആവശ്യങ്ങൾക്ക് പോലും തികയാതെ രോഗിയായി ശരീരമാസകലം വ്രണങ്ങളുമായി കഴിയുന്ന, നായ്ക്കൾ വ്രണം നക്കി അങ്ങനെ ജീവിക്കുന്ന ലാസർ. ചിലപ്പോഴെങ്കിലും തോന്നും മൃഗങ്ങൾക്കാണ് മനുഷ്യരെക്കാട്ടിലും മനുഷ്യത്വമുള്ളത് എന്ന്. ധനികൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന കഷ്ണങ്ങൾ കൊണ്ട് പോലും വിശപ്പടക്കാൻ ലാസർ ആഗ്രഹിച്ചു എന്ന് വചനം ഉപമ പറയുന്നുണ്ട്. കിട്ടിയോ എന്ന് ഉറപ്പ് പറയുന്നില്ല. രണ്ടുപേരും മരിക്കുന്നു. ലാസർ ആദ്യം, പിന്നെ ധനികൻ. ലാസർ പിതാവായ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക്, സ്വർഗസൗഭാഗ്യത്തിലേക്ക് കടക്കുകയാണ്. ധനികൻ നരകത്തിയിൽ പീഡ അനുഭവിക്കുന്നു. തൻ്റെ നാവ് തണുപ്പിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത അവസ്ഥ. ഈ നരകപ്പീഡയിൽ വീഴാൻ മാത്രം ധനികന് എന്ത് പരാജയമാണ്, എന്ത് തെറ്റാണ് ചെയ്തത്? ഈ ധനികൻ ലാസറിനെ ഉപദ്രവിച്ചതായിട്ട് ഉപമ പറയുന്നില്ല. ലാസറിനെ ചീത്ത വിളിച്ചതായിട്ട് കാണിക്കുന്നില്ല. ലാസറിനെ തൻ്റെ പടിവാതിൽക്കൽ നിന്ന് ആട്ടിയോടിച്ചില്ല, ഇറക്കി വിട്ടില്ല. ലാസറിന് തൻ്റെ മേശയിൽ നിന്ന് വീണ അപ്പകഷ്ണങ്ങൾ ഒരുപക്ഷെ പെറുക്കിയെടുക്കുന്നത് ലാസറിനെ തടഞ്ഞില്ല. എന്നിട്ടും വലിയ ഒരു പരാജിതൻ്റെ ഭാവമാണ് ധനികനുള്ളത്. പ്രിയമുള്ളവരെ, ആ ധനികൻ തൻ്റെ പടിവാതിൽ കിടന്നിരുന്ന ലാസറിൻ്റെ അസ്തിത്വം, സാന്നിധ്യം കണ്ടില്ല. ലാസർ ധനികൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ ഇൻവിസിബിൾ ആയിരുന്നു, അദൃശ്യനായിരുന്നു. നമുക്കറിയാം, ഒരാളുടെ സാന്നിധ്യത്തെ, ആളുടെ അസ്തിത്വത്തെ കണക്കിലെടുക്കാതെ, ശ്രദ്ധിക്കാതെ നിൽക്കുക എന്നുള്ളത് നിസ്സംഗതയുടെ അങ്ങേയറ്റത്തെ ഒരു രൂപമാണ്. വളരെ വലിയ ഒരു തിന്മ തന്നെയാണ്. ധനികന് പറ്റിയത് അത് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തന്നെപ്പോലെ തന്നെയുള്ള ഒരു മനുഷ്യജീവിയാണ്, തന്നെപ്പോലെ വിശപ്പും ദാഹവുമുള്ള ഒരു സഹജീവിയാണവൻ. തന്നെപ്പോലെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമുള്ള ഒരു മനുഷ്യനാണവൻ. തീരെ സുഖമില്ലാതെ ജീവിക്കുന്നവന് തന്നെപ്പോലെ തന്നെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കൊതിയുണ്ട് എന്നിങ്ങനെയുള്ള അവൻ്റെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു ബോധ്യവും ഈ ധനികൻ വെച്ച് പുലർത്തുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ധനികരൊന്നും അല്ലായിരിക്കുക, എങ്കിലും നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളും ഒരുപക്ഷെ അതിൻ്റെ മീതെയുള്ള ആവശ്യങ്ങളുമൊക്കെ സാധ്യമാക്കി ജീവിച്ച് പോകുന്നവരാകാം നമ്മൾ. നമ്മുടെ താല്പര്യങ്ങളും ആവശ്യങ്ങളൊക്കെ ഒരുവിധം നിറവേറപ്പെടുന്നുണ്ടാവാം, നമ്മൾ തൃപ്തരായിരിക്കാം. എന്നാൽ നമ്മൾ ഈ അനുഭവിച്ചു പോരുന്ന സൗഭാഗ്യങ്ങളുടെയും നന്മകളുടെയും ഒക്കെ കേവലം 5% പോലും ജീവിതത്തിലില്ലാത്ത കോടാനുകോടി മനുഷ്യർ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ജീവിച്ചിരിക്കുന്നു എന്നത് നമ്മുടെ ചിന്തയിൽ കടന്നു വരാറുണ്ടോ? ഈ യാഥാർത്ഥ്യം നമുക്ക് ഇൻവിസിബിളാണോ, അതോ നമ്മുടെ മനസ്സിൽ അത് ഉണ്ടോ? നമ്മുടെ മനസ്സിൻ്റെ റഡാറുകൾ അവരുടെ വേദനകളെ, അവരുടെ ആവശ്യങ്ങളെ കാണാതെ പോകുന്നുണ്ടോ? പലപ്പോഴും ദരിദ്രരെക്കുറിച്ചുള്ള ചിത്രങ്ങളും വാർത്തകളുമൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. ജീവിതത്തിൽ അവ ഓർമ്മപ്പെടുത്തലുകൾ, രക്ഷാകരമായ ഓർമ്മപ്പെടുത്തലുകളായി തീരാറുണ്ടോ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച്, നമ്മുടെ സഹജീവികളുടെ കടപ്പാടുകളെക്കുറിച്ച്, നമ്മുടെ മരണശേഷം ഉള്ള മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഒക്കെയുള്ള വീണ്ടും വിചാരങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉണർത്താറുണ്ടോ? ധനവാനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വീണ്ടും വിചാരങ്ങൾ ഉണ്ടാകാൻ മതിയായ സാക്ഷ്യങ്ങൾ അവൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു. രോഗിയായി, ദരിദ്രനായി, വിശക്കുന്നവനായി കിടന്ന ആ ലാസറിനെ കണ്ടപ്പോൾ ധനികന് ചിന്തിക്കാമായിരുന്നു, ഒരു വേള എനിക്കുള്ള ധനം നഷ്ടപ്പെട്ട് ഞാൻ ദരിദ്രനാവാം, ഇന്ന് എനിക്കുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട് ഞാൻ രോഗിയാവാം, ഇന്ന് വയറുനിറയെ കഴിച്ച് കിടന്നുറങ്ങുന്ന ഞാൻ നാളെ ഒരു പക്ഷേ വിശപ്പടക്കാൻ പറ്റാത്തവനായി മാറിയെന്ന് വരാം. ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. അതുപോലെ തൻ്റെ കൺമുമ്പിൽ ലാസർ മരിക്കുന്നത് കണ്ടപ്പോൾ ധനികനെ ചിന്തിക്കാമായിരുന്നു, ജീവിതം എന്നേക്കും ഈ ഭൂമിയിൽ ഉള്ളതല്ല, ഞാൻ ഒരു ദിവസം മരിക്കും,
എല്ലാം നഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും. അപ്പോൾ അത്തരത്തിലുള്ള വീണ്ടും വിചാരങ്ങൾ ഉണ്ടാകാനുള്ള സാക്ഷ്യങ്ങൾ അവൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ ഉണ്ടായിട്ടും ധനികന് അതൊന്നും ഉപകരിച്ചില്ല. ആത്മീയ ബോധ്യങ്ങളിലേക്ക് അവനെ അത് ഒട്ടും നയിച്ചില്ല. ഈ ലാസറിനെ ഭൂമിയിലേക്ക് തൻ്റെ മോശമായി ജീവിക്കുന്ന, വഴിതെറ്റി ജീവിക്കുന്ന 5 സഹോദരന്മാരുടെ അടുത്തേക്ക് പറഞ്ഞേക്കണമെന്ന് ധനികൻ സമർത്ഥിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അവൻ മരിച്ചവൻ തിരിച്ചു ചെന്നാൽ ഉത്തമമായിട്ടുള്ള സാക്ഷ്യം ആകും, അത് കണ്ട് അവർ വിശ്വസിക്കും, ഈ നരകത്തിയിൽ അവർ വരാതെ രക്ഷപ്പെടും എന്ന് അവൻ സമർത്ഥിക്കുകയാണ്. എന്ന് അബ്രഹാം പറയുന്നുണ്ട്, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരെ കേൾക്കട്ടെ. പ്രിയമുള്ളവരെ, മോശയെയും പ്രവാചകന്മാരെയും, അതായത് ഈ ഭൂമിയിലുള്ള ദൈവവചനവും ആരാധനക്രമങ്ങളും മറ്റ് നമ്മുടെ ആത്മീയ ബോധ്യങ്ങളിലേക്ക് നയിക്കാനും നമ്മളെ സൗഭാഗ്യ ജീവിതത്തിലേക്ക് നയിക്കാനുമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അവയെ നമ്മൾ കാണുന്നില്ലെങ്കിൽ, അവയെ കണക്കിലെടുക്കുന്നില്ലെങ്കിൽ, അവ നമുക്ക് ഉപകാരപ്പെടുന്ന തരത്തിലാവുന്നില്ലെങ്കിൽ, മരിച്ച ഒരാൾ തിരിച്ച് എന്ന് വന്നാലും വലിയ അത്ഭുതങ്ങൾ കണ്ടാലും അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നാണ് അബ്രഹാം സമർത്ഥിക്കുക. സുവിശേഷം പരിശോധിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത്തരമൊരു സംഭവം നടന്നത് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ബെഥനിയായിലെ ലാസറിനെ ഈശോ ഉയർപ്പിച്ചു. അതിനുശേഷം ആ മരിച്ചവൻ ജീവനിലേക്ക് തിരിച്ചു വന്നത് കണ്ട് വിശ്വാസത്തിലേക്ക് ആഴപ്പെടാൻ, വിശ്വാസത്തിലേക്ക് വരാൻ, ബോധ്യങ്ങളിലേക്ക് വരേണ്ടതിന് പകരം കുറേ പേർ ലാസറിനെ കൂടി കൊല്ലാൻ, ഈശോയെയും അതോടൊപ്പം ലാസറിനെയും കൂടി കൊല്ലാൻ ആലോചിച്ചു എന്ന് വചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവരെ, കൺമുമ്പിലുള്ള സാക്ഷ്യങ്ങളെ കണക്കിലെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളൊന്നും നമ്മളെ സഹായിക്കുകയില്ല. നമുക്ക് വേണ്ടത് നമുക്ക് മുന്നിലുള്ള, നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരെ, അവരുടെ ആവശ്യങ്ങളെ, അവരുടെ ദുഃഖങ്ങളെ ഒക്കെ മനസ്സിലാക്കുക. അവ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ കേൾക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ധനികരായിട്ട് ആഡംബരമായിട്ട് ജീവിക്കുന്ന പലർക്കും ദരിദ്രരുടെ ദുഃഖങ്ങൾ മനസ്സിലാവുകയില്ല. അതുപോലെ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്ന മനുഷ്യർക്ക് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിശക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണമെന്നില്ല. അധികാരങ്ങൾ കൈയാളി ജീവിക്കുന്ന മനുഷ്യർക്ക് സാധാരണ മനുഷ്യരുടെ ദുഃഖങ്ങൾ കാണാൻ കാഴ്ച ഉണ്ടാകണമെന്നില്ല. പുരുഷ മേൽക്കോയ്മ വാഴുന്ന ലോകത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന അവഗണനയും വിലയില്ലായ്മയും മനസ്സിലാക്കപ്പെടണമെന്നില്ല. മുതിർന്നവരുടെ ലോകത്ത് കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കപ്പെടണമെന്നില്ല. വ്യവസായികൾക്കും കോർപ്പറേറ്റുകൾക്കും മുൻപിൽ കർഷകരും അവരുടെ ന്യായങ്ങളും തീർത്തും അപ്രധാനങ്ങളായിരിക്കാൻ, ഇൻവിസിബിൾ ആയിരിക്കാം. എല്ലാ വലിയവർക്കും ചെറിയവരുടെ പ്രശ്നങ്ങൾ അപ്രസക്തങ്ങളായിരിക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് ഓർക്കാം, ഈ ഭൂമിയിൽ സഹജീവികളോടും ആവശ്യത്തിലിരിക്കുന്ന മനുഷ്യരോടും ഒക്കെ നമ്മൾ ബോധപൂർവം പുലർത്തുന്ന അകൽച്ചയും നിസ്സംഗതയും കണ്ണില്ലായ്മയും തന്നെയാണ് പരലോകത്തെ അഗാധഗർത്തങ്ങളായിട്ട് രൂപാന്തരപ്പെടുക. അബ്രഹാം പറയുന്നുണ്ട് 26-ാം വചനത്തിൽ, ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.